ഗ്രൂപ്പ് എച്ചിൽ നടക്കുന്ന ത്രില്ലർ പോരാട്ടങ്ങളായിരിക്കും റൗണ്ട് ഓഫ് 32-വിലെ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികളെ തീരുമാനിക്കുക. സ്പെയിനും ഉറുഗ്വേയും അനായാസം ഗ്രൂപ്പ് റൗണ്ട് കടന്ന് മുന്നേറും, ഇത് മരണ ഗ്രൂപ്പല്ലെന്നായിരുന്നു വേൾഡ് കപ്പിന് മുന്നേയുള്ള പ്രവചനങ്ങൾ. എന്നാൽ അവസാന റൗണ്ടിൽ 3 ടീമുകൾക്കും ഒന്നാം സ്ഥാനത്തെത്താനുള്ള അവസരമുണ്ട്. ഒരു ടീം പോലും പുറത്തായിട്ടില്ല. എല്ലാ ടീമുകൾക്കും പോയിന്റുമുണ്ട്. ആർക്കും വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഗ്രൂപ്പ് എച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന മത്സരഫലങ്ങൾ ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരങ്ങളായിരിക്കും ആരൊക്കെ ക്വാളിഫൈ ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഈ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരുമായിട്ടാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് റൗണ്ട് ഓഫ് 32-വിൽ ഏറ്റുമുട്ടേണ്ടി വരിക. നിലവിൽ അർജന്റീന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരെയായിരിക്കും? എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്നത് അർജന്റീനക്കാരെയാണ്. നിലവിലെ യൂറോ ജേതാക്കളായ സ്പെയിനും കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും തമ്മിൽ പരസ്പരം ആഗ്രഹിക്കില്ലെന്നുറപ്പാണ്. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള 2 ടീമുകൾ റൗണ്ട് ഓഫ് 32-വിൽ തന്നെ ഏറ്റുമുട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്പെയിൻ അർജന്റീനയെയും അർജന്റീന സ്പെയിനിനെയും ഒട്ടും ആഗ്രഹിക്കില്ല. സ്പെയിന് 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിലൂടെ ശ്രമിക്കുക. ഫൈനലിസിമയിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ നമുക്ക് ഇപ്പോഴേ ഒന്ന് പ്രവചിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പ്രവചനാതീതമാണ്. പിന്നെ ബാക്കിയുള്ളത് 3 ടീമുകളാണ്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേ, ആദ്യ വേൾഡ് കപ്പിനെത്തി ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച കുഞ്ഞന്മാരായ കപ്പ് വെർദെ, കഴിഞ്ഞ തവണ അർജന്റീനയെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെടുത്തിയ സൗദി അറേബ്യ. ഇതിലേത് ടീമായിരിക്കും അർജന്റീനക്ക് അനായാസ വിജയം നേടാൻ സാധിക്കുക? ഏത് ടീമിനെ ലഭിക്കാനായിരിക്കും അർജന്റീന ആഗ്രഹിക്കുക? നോക്കാം നമുക്ക്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേ അർജന്റീന ആഗ്രഹിക്കുന്നുണ്ടോ? നിലവിൽ കണക്ക് പുസ്തകങ്ങളിൽ അർജന്റീന സർവാധിപത്യമാണ് ഉറുഗ്വേക്കെതിരെ കാണുന്നതെങ്കിലും ഒരു വളരെ സങ്കീർണമായ മത്സരം തന്നെയായിരിക്കും ഇത്. ലാറ്റിൻ അമേരിക്കൻ കരുത്തർക്കെതിരെ പലതവണ കൊമ്പ് കോർത്തിട്ടുണ്ട് അർജന്റീന. കൂടുതൽ വിജയങ്ങൾ നേടിയത് അർജന്റീനയാണെങ്കിലും അർജന്റീന ഉറുഗ്വേ മത്സരം ഏറ്റുമുട്ടുമ്പോഴെല്ലാം ഒരു പരിക്കൻ കളിയാകാറുണ്ട്. ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ഹൈ പ്രസ്സിംഗ് ഫുട്ബോൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അർജന്റീന ഉറുഗ്വേയെയും ഉറുഗ്വേ അർജന്റീനയെയും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അർജന്റീനക്ക് സ്പെയിനിനേക്കാൾ മെച്ചം ഉറുഗ്വേയാണ്. എങ്കിലും ഉറുഗ്വേ ഒരിക്കലും അർജന്റീനയോട് ഏറ്റുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ 2 ടീമുകളും അല്ലാതെ പിന്നെ മറ്റാരെയാണ് അർജന്റീനയ്ക്ക് ഏറ്റവും എളുപ്പമാവുക? സൗദി അറേബ്യയും കപ്പ് വെർദെയുമാണുള്ളത്. സ്പെയിനിനെയും ഉറുഗ്വേയെയും ഞെട്ടിച്ചാണ് കപ്പ് വെർദെയുടെ പ്രകടനം. ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രകടനം. ആദ്യ മത്സരത്തിൽ തന്നെ 5ഉം 6ഉം ഗോളും നേടാമെന്നായിരുന്നു സ്പെയിനിൻ്റെ സ്വപ്നമെങ്കിൽ ഒരൊറ്റ ഗോൾ പോലും നേടാൻ കപ്പ് വെർദെ ടീമും ഡിഫൻസും ഗോൾ കീപ്പറും സമ്മതിച്ചില്ല. ഉറുഗ്വേയും അനായാസ വിജയം ലക്ഷ്യമിട്ടായിരുന്നു ഇറങ്ങിയതെങ്കിൽ 2-2 സമനിലപ്പൂട്ടായിരുന്നു ഫലം. ഡിഫൻസിൽ ഏത് വമ്പന്മാർക്കു മുന്നിലും മുട്ടുമടക്കാത്ത കളിമികവാണ് നിലവിൽ കപ്പ് വെർദെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ പിന്നിലാണെങ്കിലും അവരുടെ ഈ അടുത്തുള്ള ഫോം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അർജന്റീന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക സൗദി അറേബ്യയെ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ തങ്ങളെ വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അർജന്റീനക്ക് ഏറ്റവും എളുപ്പം സൗദി അറേബ്യ തന്നെയായിരിക്കും. ഈ വേൾഡ് കപ്പിലെ ഫോം തന്നെ നോക്കൂ. ഉറുഗ്വേക്കെതിരെ സമനില വഴങ്ങി എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും സ്പെയിനെതിരെ നിലം തൊടാത്ത പ്രകടനമാണ് സൗദി അറേബ്യ പുറത്തെടുത്തത്. 4-ൽ ഒതുങ്ങിയത് സൗദിയുടെ ഭാഗ്യമായി ഞെട്ടിപ്പിച്ച തോൽവിയായിരുന്നു അന്ന് അർജന്റീന സൗദിയോട് ഏറ്റുവാങ്ങിയിരുന്നത്. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന്റെ 2ാം പകുതിയിൽ വീണ അപ്രതീക്ഷിതമായ 2 ഗോളുകളാണ് ചാമ്പ്യന്മാരെ തോൽവിയിലേക്ക് എത്തിച്ചത്. പിന്നീട് സ്പെയിനിന്റെ ഡിഫൻസിന് മുന്നിൽ അർജന്റീനക്ക് ഗോളടിക്കാനും സാധിച്ചില്ല. അർജന്റീനക്ക് സാധാരണയായി പന്ത് നിയന്ത്രിച്ച് ആക്രമണം കെട്ടിപ്പടുക്കാൻ കൂടുതൽ അവസരം നൽകുക സൗദി തന്നെയായിരിക്കും. സൗദി അറേബ്യ കൂടുതലും കൗണ്ടർ അറ്റാക്കിംഗ് കളിശൈലിയുമായി അൾജീരിയയെ 3 ഗോളുകൾക്കാണ് അർജന്റീന തകർത്തെറിഞ്ഞത്. പഴയതുപോലെയല്ല, ഇപ്പോൾ ആ പഴയ സമ്മർദ്ദമൊന്നും അർജന്റീനക്കില്ല. സൗദിക്കുമേൽ വൻ അർജന്റീന ആധിപത്യം കാണാനാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇതിൽ ഏത് ടീമിനെ ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അർജന്റീനക്ക് ഏത് ടീമായിരിക്കും കൂടുതൽ എളുപ്പം? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.